അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنزلنا إليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما أنزل الله ولا تتبع أهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കേവർക്കും പ്രിയങ്കരനായ ഡോക്ടർ എം കെ മുനീർ, അദ്ദേഹം അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുകയും ആരോഗ്യപൂർവം തിരിച്ചു വരാൻ, തൻ്റെ കർമ്മപഥത്തിൽ സജീവമാകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം ഇടക്കാലത്ത് നിർത്തിവെച്ച ഒരു വിഷയത്തിൻ്റെ തുടർച്ച പുനരാരംഭിക്കുകയാണ്. അകമ്പൊരുളിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ആണ് പറഞ്ഞു വന്നത്. അതിൽ സർവവേദ സത്യം എന്ന അടിസ്ഥാന ആശയത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്, മതം മാറ്റം എന്നത് ഖുർആനിക വിരുദ്ധമാണ് എന്ന കാര്യം പറഞ്ഞു. ഇന്ന് നാം പറയുന്നത് ശരീഅത്തിനെ കുറിച്ചാണ്. നമ്മുടെ അകമ്പൊരുളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ആശയമാണ് ശരീഅത്ത് നവീകരിക്കപ്പെടേണ്ടതാണ്. അത് എക്കാലവും ഒരുപോലെ തുടരേണ്ടതല്ല. കാരണം ശരീഅത്ത് ദൈവികമല്ല. ശരീഅത്ത് എന്നാൽ വിശദാംശങ്ങളോടുകൂടിയുള്ള നിയമങ്ങൾക്കാണ് പറയുന്നത്. ശരീഅത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം നിയമം എന്നാണ്. ശരീഅത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള ശരീഅത്തുകളെല്ലാം കൂടി വിശദീകരിച്ച് എഴുതാൻ നിന്നാൽ ലക്ഷക്കണക്കിന് പേജുള്ള, നൂറുകണക്കിന് വോള്യങ്ങളുള്ള പുസ്തകങ്ങൾ വേണ്ടിവരും. അത്രമേലുണ്ട്. അപ്പോൾ അത് ഖുർആനിൽ നിന്ന് നേർക്കുനേരെയുള്ളതെല്ലാം തെളിവല്ലേ? അപ്പോൾ ശരീഅത്ത് എന്ന് പറയുന്നത് ഇരുമ്പുലക്ക പോലെ എക്കാലവും വളയാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സംഗതിയല്ല. മറിച്ച് അത് കാലാനുസൃതമായി, ദേശാനുസൃതമായി നവീകരിക്കപ്പെടണം, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എല്ലാ കാലത്തും ശരീഅത്ത് സജീവമാണ് എന്നതിൻ്റെ അർത്ഥം എല്ലാ കാലത്തും അത് ഗവേഷണത്തിലൂടെ നിരന്തരമായ, പലരുടെയും പല ഭാഗങ്ങളിൽ നിന്നുമുള്ള നിരന്തരമായ ഗവേഷണങ്ങളിലൂടെ അത് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്നാണ്. നവീകരിക്കപ്പെടാത്ത ഒരു ശരീഅത്തും, എല്ലാ നിയമങ്ങളും ശരീഅത്താണ്. നവീകരിക്കപ്പെടാത്ത ഒരു ശരീഅത്തും, അത് മതങ്ങളുടേതാകട്ടെ, അത് രാജ്യങ്ങളുടേതാകട്ടെ, അത് രാഷ്ട്രീയ കക്ഷികളുടേതാകട്ടെ,
സംഘടനകളുടേതാകട്ടെ നവീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അതൊന്നും നിലനിൽക്കാൻ യോഗ്യമല്ല, നിലനിൽക്കാൻ അർഹമല്ല. അത് കാലത്തിൻ്റെ ഒഴുക്കിൽ സ്വാഭാവികമായും കടപുഴകി വീഴും. അതിനാൽ ശരീഅത്ത് നവീകരിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം ശരീഅത്ത് നിലനിൽക്കാൻ അർഹതയുള്ളതാവുക എന്നാണ്. ഇസ്ലാമിക ശരീഅത്ത് അങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത്. ശരീഅത്ത് എന്ന് കേൾക്കുമ്പോഴേക്കും എന്തോ അത് ഖുർആൻ തന്നെയാണ് എന്നൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. ശരീഅത്തും ഖുർആനും തമ്മിൽ സ്രോതസ് എടുക്കുന്നു എന്നത് മാത്രമാണ് ബന്ധം. സ്രോതസ് ഖുർആനാണ് എന്നത് മാത്രമാണ് ബന്ധം. അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഖുർആനിൽ നടക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ശരീഅത്ത് നേർക്കുനേരെ ഖുർആനിലുള്ളതേ അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, അഹ്ലുസുന്ന എന്ന് പറയുന്ന മുസ്ലിങ്ങളിലെ ഒരു കക്ഷി, ആ കക്ഷിയുടെ അംഗീകരിക്കപ്പെട്ട മദ്ഹബുകൾ എത്രയാണ്? നിലവിലുള്ള സജീവമായ മദ്ഹബുകൾ തന്നെ 6-7 വരും. ഇല്ലാതായി പോയ, പൊളിഞ്ഞുപോയ, നശിച്ചുപോയ മദ്ഹബുകൾ 40-ൽ കൂടുതൽ വരും. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി, ലാഹിരി, സുഫിയാനു സൗരി, ഇബാദി തുടങ്ങിയ മദ്ഹബുകളൊക്കെ ഇന്ന് വളരെ സജീവമാണ്. ഈ മദ്ഹബുകളൊക്കെയും അംഗീകരിക്കപ്പെട്ട മദ്ഹബുകളാണ്. അഹ്ലുസുന്നയുടെ അംഗീകരിക്കപ്പെട്ട മദ്ഹബുകളാണ്. ഈ മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എങ്ങനെ ഉണ്ടായി? ശരീഅത്തിൽ മാറ്റം പാടില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഈ മദ്ഹബുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചില്ലറ അഭിപ്രായ വ്യത്യാസമല്ല, വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങൾ. ഞാൻ എപ്പോഴും നമ്മുടെ ഖുത്ബയിലും പ്രഭാഷണങ്ങളിലൊക്കെ പറയാറുണ്ടല്ലോ, നായയെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നാണ് ഷാഫി മദ്ഹബിന്റെ വിധി. 7 പ്രാവശ്യത്തിൽ 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം, തൊടാൻ പാടില്ല. പക്ഷെ മാലിക്കി മദ്ഹബിൽ നായയെ തിന്നാം. നായയെ തൊടാമെന്നല്ല, നായയെ വളർത്താമെന്നല്ല, നായയെ ഭക്ഷിക്കാം. നായയുടെ മാംസം ഹലാലാണ് മാലിക്കി മദ്ഹബിൽ. ഷാഫി മദ്ഹബിൽ നായയെ തൊട്ടാൽ കഴുകണം. ഈ വിരുദ്ധം ഒരു ശരീഅത്തിലുള്ളതാണ്. ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ളതിനേക്കാൾ ഭേദമല്ലേ ഈ രണ്ട് മദ്ഹബുകൾ തമ്മിലുള്ളത്? ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ തൊട്ടാൽ വുളു മുറിയും ഷാഫി മദ്ഹബിൽ. ഭാര്യ എന്നല്ല, ലോകത്ത് ഏത് പെണ്ണിനെ ആണ് തൊട്ടാലും ഏതാണിനെ പെണ്ണ് തൊട്ടാലും വുളു മുറിയില്ല ഹനഫി മദ്ഹബിൽ. ഇതെങ്ങനെ ശരിയാവും? മദ്ഹബിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നല്ലേ പാടുള്ളൂ? ഇങ്ങനെ അടിസ്ഥാനപരമായി വ്യത്യാസമുള്ള എന്തെന്ത് നിയമങ്ങൾ, എത്രയെത്ര നിയമങ്ങളുണ്ട് ഓരോ മദ്ഹബുകളും തമ്മിൽ. ഷാഫി മദ്ഹബിൽ ഒരു പെണ്ണിന് സ്വയം വിവാഹിതയാകാൻ പാടില്ല, വലിയ വേണം. എന്നാൽ ഹനഫി മദ്ഹബിൽ ഒരു പെണ്ണിന് സ്വയം വിവാഹിതയാകാം, വലിയൻ്റെ ആവശ്യമില്ല. ഒന്ന് സാധുവായ നിക്കാഹാവുമ്പോൾ ആ നിക്കാഹിനെ കുറിച്ച് ഷാഫി മദ്ഹബ് പറയും അത് സാധുവല്ലാത്ത നിക്കാഹാണ്. അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ തുടങ്ങി ഓരോന്നായി എടുത്താൽ നമുക്ക് കാണാൻ കഴിയും മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വിരുദ്ധങ്ങളായ തലങ്ങളിലാണ് പോയി നിൽക്കുന്നത്. തീർത്തും വിരുദ്ധമായ കാര്യങ്ങൾ, അല്ലാതെ വിശദാംശങ്ങളിൽ സുന്നത്തിലൊന്നല്ല അഭിപ്രായ വ്യത്യാസം ഉള്ളത്. ഇത് സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാകണം. 4 അല്ല 40 അല്ല 400 മദ്ഹബുകൾ ഉണ്ടാകണം. മദ്ഹബുകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗവേഷണങ്ങൾ കൂടുന്നു എന്നാണ്. അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ചിന്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴല്ലേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. മദ്ഹബുകൾ കൂടണം, മദ്ഹബുകൾ വ്യത്യസ്തങ്ങളായ മദ്ഹബുകൾ ഉണ്ടാകണം. അപ്പോൾ മദ്ഹബുകൾ മോശമല്ല. പിന്നെയോ, മദ്ഹബുകൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള, വളരെ വ്യത്യസ്തങ്ങളും വിരുദ്ധങ്ങളുമായ അഭിപ്രായ വ്യത്യാസമുള്ള ഈ മദ്ഹബുകൾ നിലനിൽക്കെ ശരീഅത്തിൽ തിരുത്താൻ പാടില്ല, ശരീഅത്ത് മാറ്റം പാടില്ല എന്ന് പറഞ്ഞു കളയും. 987 EMS ശരീഅത്ത് പുതുക്കപ്പെടണം, നവീകരിക്കപ്പെടണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അയാളുടെ അമ്മയ്ക്കും തന്തയ്ക്കും വിളിച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഖുർആനിൻ്റെ ഒരു ആശയമാണ് പറഞ്ഞത്, ഇസ്ലാമിൻ്റെ ആശയമാണ് പറഞ്ഞത്, നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. പണ്ട് ഇല്ലത്തെ നമ്പൂരി പറഞ്ഞതുപോലെ ഇല്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെയാണ് ഇവിടെ പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഇവർ പറയും, ഈ പുരോഹിതന്മാർ പറയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനം 4ആണ്: ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ആകെ ഹൈറാനിയത്തായി പോകും. കാരണം ഇത് അറബിയിലാണല്ലോ പറയുന്നത്. അറബിയിൽ പറയുക എന്നുള്ളത് മറ്റൊരു തട്ടിപ്പാണ്. മനുഷ്യന്മാർക്ക് തിരിയാത്ത വിധത്തിൽ ചില സാങ്കേതിക ശബ്ദങ്ങൾ അറബി ഭാഷയിൽ പറഞ്ഞാൽ ഇവർ രക്ഷപ്പെട്ടു.
എന്നിട്ട് അതിൻ്റെ മറവിലാണ് ഇവർ രക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഗവേഷണം എന്നാണ് അർത്ഥം. ഒന്ന് മറ്റൊന്നിനോട് തുലനം ചെയ്യുക, അതിൻ്റെ പേരാണ് ഗവേഷണം. ഖിയാസ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണെന്ന് പറയും, ഗവേഷണം പാടില്ല എന്നും പറയും. ഇതെങ്ങനെയാണ്? ഫോറസ്റ്റിൽ പോകാം, കാട്ടിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണത്. ഖിയാസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഗവേഷണം. ആ ഗവേഷണം നടത്തിയിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ശരീഅത്തിനെ കുറിച്ച് മുഹമ്മദ് നബിക്ക് അറിയാവോ? അറിയില്ല. ഫതുഹുൽ മീം വായിച്ചിട്ടില്ല, മഹല്യ വായിച്ചിട്ടില്ല, ജമുൽ ജവാമി വായിച്ചിട്ടില്ല, ഒരു കിതാബും റസൂൽ കണ്ടിട്ടില്ലല്ലോ, വായിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാഹിക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞല്ലേ ഈ കിതാബുകളൊക്കെ ഉണ്ടായത്. ഫതുഹുൽ മൊയ്ൻ എഴുതിയത് നമ്മുടെ കേരളക്കാരനല്ലേ. ഇവരൊക്കെയും ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി എഴുതിയില്ലേ? അവർ ഗവേഷണം നടത്തിയിട്ടല്ലേ. ഒസാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് എഴുതിയില്ലേ? അത് അയാളുടെ ഗവേഷണമാണ്. അതിൻ്റെ മാനവിക വിരുദ്ധമായ വശങ്ങൾ മാറ്റി നിർത്തിയാൽ അങ്ങനെ എഴുതിയില്ലേ? ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗമായിട്ട് ബാർബറുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ വായിക്കുന്ന ഫതുഹുൽ മൊയ്നിൽ എഴുതി വെച്ചു. അത് കറാഹത്താണെന്ന്, മക്രൂഹാണ് എന്ന്. എൻ്റെ വിഷയം അതല്ല. അപ്പോൾ ഗവേഷണങ്ങൾ നടക്കുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാകണം. എത്ര മാറ്റങ്ങൾ പാടില്ല എന്ന് പറയുമ്പോഴും മാറ്റങ്ങളിലൂടെയല്ലേ കടന്നു പോയിട്ടുള്ളത് നമ്മളൊക്കെ. മാറ്റങ്ങൾ പാടില്ല എന്ന് പറഞ്ഞവര് മലയാളം സംസാരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ്. ദഫ് മുട്ടാനും ഫാട്ട് പാടാനും പാടില്ല എന്ന് ഫാണക്കാട് ഫൂക്കോയത്തങ്ങളെന്ന് പാ പറയാൻ പാടില്ല എന്നും ഫായെ പറയാൻ പാടുള്ളൂ എന്നും പാ നരകത്തിലെ അക്ഷരമാണെന്നും ഫായാണ് ശരിയെന്നും പറഞ്ഞിട്ട് എൻ്റെ തംഫുരാനെ എന്ന് പറഞ്ഞിട്ടായിരുന്നു തൗബ ചെയ്യാറുണ്ടായിരുന്നത്. എൻ്റെ തംഫുരാനെ, ഞങ്ങൾ ഫാഫികളാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഏറ്റവും നല്ല മലയാളത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? അതിനിടയിൽ ജിബിലി ഇറങ്ങിയോ? മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല, മുടി വളർത്താൻ പാടില്ല, മുട്ട ഉണ്ടാകണം, മാപ്പിള മുട്ട എന്ന് പേര് പോലും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മുടി വളർത്തുന്നത് ഉസ്താദുമാർ പോലും മുടി വളർത്തുന്നുണ്ടല്ലോ. അതിലേക്ക് എങ്ങനെയാ വന്നത്? ജിബിലിയിൽ വന്നോ? പെൺകുട്ടികൾ എഴുത്ത് പഠിക്കാൻ പാടില്ല, ഹറാമാണ്. ജഹന്നമിലെ മീമും മദ്രസയിലെ മീമും ഒന്നാണ് എന്ന് പഠിപ്പിച്ച് പാടിയിട്ടുണ്ട് ഇവിടെ. അതെങ്ങനെ മാറി? എങ്ങനെ സംഭവിച്ചു? മാറ്റങ്ങൾ ഉണ്ടായില്ലേ? വീഡിയോ പാടില്ല, ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ? അവിടെ നിന്ന് അത് നിർബന്ധമായില്ലേ? എൻ്റെ വീഡിയോ, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറയാൻ തുടങ്ങിയില്ല ഉസ്താദുമാര്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ മാറ്റം പാടില്ല എന്ന് വലിയ വായിൽ പ്രസംഗിക്കുകയും ഈ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് സ്വന്തമായി കോളേജുകളും സ്ഥാപനങ്ങളും നടത്തി. പെൺകുട്ടികളുടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, മുസ്ലിം കോളേജുകൾ. ഞാൻ പറയുന്നത് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് അകമ്പൊരുൾ പറയുന്നത്. അത് ഔദ്യോഗികമായിരിക്കണം, കള്ളത്തരത്തിൽ പിറകിലൂടെയല്ല. നേർക്ക് നേരെ ശരീഅത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണം. 4 കെട്ടാം എന്ന് അനുവാദം കൊടുത്തിരുന്ന ഒരു കാലത്ത് 4 കെട്ടരുത് എന്ന് പറയുന്ന ഒരു മാറ്റം ഉണ്ടാകണം. അനാഥരായ പൗത്രന്മാർക്ക് അവകാശമില്ല എന്ന് പൂർവികർ അവരുടെ അജ്ഞത കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ എഴുതി വെച്ചെടുത്ത് അവരും മനുഷ്യരാണെന്നും അവരും മക്കളാണെന്നും അവർക്കും തുല്യമായ അവകാശമുണ്ടെന്നും എഴുതി വെക്കണം. മാറ്റമുണ്ടാകണം. സ്ത്രീകൾക്ക് പകുതി പുരുഷന്മാർക്ക് ഇരട്ടി എന്ന് പറഞ്ഞെടുത്ത് അതിന് കാരണമുണ്ടായിരുന്നുവെന്നും ആ കാരണം നീങ്ങുമ്പോൾ അവർക്കും സ്വാഭാവികമായി ആൺമക്കളെ പോലെ പെൺകുട്ടികൾക്കും തുല്യതയുണ്ട് എന്നും മാറ്റിപ്പണിയണം, മാറ്റി എഴുതണം. പള്ളികൾ വെറുതെ കെട്ടിടങ്ങളായി ഉണ്ടാക്കുകയല്ല, പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞാൽ അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് മാറ്റണം. പള്ളിയുടെ കല്ലും മരവുമൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ആർക്കും ഉപകാരമില്ലാതെ പോകുന്ന സമയത്ത് അത് മറ്റാവശ്യങ്ങൾക്ക് കൊടുക്കാമെന്ന് മാറ്റി എഴുതണം. കാർമികനില്ലാതെ നിക്കാഹ് ചെയ്യാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഉണ്ടായി തീർന്നെടുത്ത് ഒരു പെണ്ണിനും ഒരാണിനും സ്വയം സാക്ഷികളോടൊപ്പം നിക്കാഹ് ചെയ്യാം എന്ന ഒരു തലത്തിലേക്ക് ശരീഅത്ത് മാറണം. അങ്ങനെ സമൂലമായ മാറ്റം ശരീഅത്ത് കാലാനുസൃതമായി മാറണം. അങ്ങനെ മാറിയിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ് ശരീഅത്ത് ഉള്ളത്? നിലവിലുള്ള ശരീഅത്ത് എങ്ങനെയാ ഉള്ളത്? ഇന്ത്യയിലെ ശരീഅത്താണോ പാകിസ്ഥാനിലുള്ളത്? പാകിസ്ഥാനിലെ ഹുദൂദ് എന്ന് പറയുന്ന അതിക്രൂരവും കഠിനവുമായ ശിക്ഷാരീതി ഇക്കഴിഞ്ഞ ദശകത്തിലാണ് മാറ്റിയത്. എന്തായിരുന്നു അത്? ഒരു പെണ്ണ് പോയിട്ട് പറയുന്നു, എന്നെ റേപ്പ് ചെയ്തു ഇന്ന ആൾക്കാർ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു, കേസ് കൊടുക്കുന്നു.
അപ്പൊ ഇവള് സാക്ഷികളെ കൊണ്ടുപോകണം. എങ്ങനെ സാക്ഷികളെ? സുർമക്കുപ്പിയിൽ സുർമക്കോല് കടക്കുന്നത് പോലെ കണ്ട 4 സാക്ഷികളെ കൊണ്ടുപോകണം ഈ പെണ്ണ്. സാക്ഷികളെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവൾ വ്യാജമായ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും. പാകിസ്ഥാനിലെ ശരീഅത്ത് ഹുദൂദ് ശരീഅത്താണ് എന്ന് മാത്രമല്ല, അവൾ ഗർഭിണിയാണെങ്കിൽ അവൾ എറിഞ്ഞുകൊല്ലും. അവൾ ഗർഭിണിയാണെങ്കിൽ എറിഞ്ഞുകൊല്ലും. കാരണം വ്യഭിചരിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവുണ്ട്, പക്ഷെ ആളെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് വ്യഭിചരിച്ചു എന്നുള്ള കാരണത്താൽ ആ ഇരയെ എറിഞ്ഞുകൊല്ലും. ബലാത്സംഗത്തിൻ്റെയായ പാകിസ്ഥാനിലെ ഹുദൂദ് നിയമമായിരുന്നത്. ആ നിയമം ഇന്ത്യയിലില്ല. ആ നിയമം ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നില്ല. മതത്തെ അപകീർത്തിപ്പെടുത്തിയാൽ എറിഞ്ഞുകൊല്ലും. കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവനും വിമർശിച്ച ഒരു എറിഞ്ഞുകൊല്ലൽ ഉണ്ടായി പാകിസ്ഥാനിൽ. അവിടുത്തെ ഒരു പൊതുപ്രവർത്തകയെ. അത് മറ്റൊരിടത്തും ഇല്ല. അതുപോലെ ഇന്ത്യയിൽ അനാഥരായ പൗത്രന്മാർക്ക് അവകാശമില്ല. ഈജിപ്തിൽ അവകാശമുണ്ട്. തുനീഷ്യയിൽ അവകാശമുണ്ട്. ഈജിപ്തിൽ ഒരു പെണ്ണിന് സ്വയം വിവാഹിതയാകാം. ഇന്ത്യയിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് അത് പാടില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശരീഅത്തുകളാണ് ലോകത്ത് നിലവിലുള്ളത്. അറേബ്യൻ നാടുകളിൽ തന്നെ ഒരുപോലുള്ള ശരീഅത്തല്ല, സൗദിയിലുള്ള ശരീഅത്തല്ല യുഎഇയിലുള്ളത്, വ്യത്യാസമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ശരീഅത്ത് സ്വാഭാവികമായും കാലാനുസൃതമായി മാറേണ്ടതുണ്ട് എന്ന ധാരണയിൽ നിന്നാണ് അത് ഉണ്ടായത്. അങ്ങനെ ഉണ്ടായത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. പറ്റിക്കുകയാണ് പൗരോഹിത്യം. ഇതെന്തോ ഒരു ഖുർആനിന്റെ അങ്ങനെ തന്നെയുള്ള തനിപ്പകർപ്പാണെന്ന് വിചാരിച്ചിട്ടല്ല. ഇത് പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് കണ്ടെത്തി അവരുടെ നിഗമനങ്ങൾ എഴുതി വെച്ചു. ആ നിഗമനങ്ങൾ അന്ന് ശരിയായിരുന്നു. പിന്നീട് ഒരു പണ്ഡിതൻ വരുന്നു, അദ്ദേഹം ഗവേഷണം നടത്തുന്നു, അത് ശരിയല്ല, അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് പറയുമ്പോൾ അക്കാലത്ത് അതാണ് ശരി, മറ്റൊരാൾ പറയുമ്പോൾ അതാണ് ശരി. ഈ ശരികളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. അല്ലാതെ ഏതോ ഒരു കാലത്ത് ആരോ പറഞ്ഞു വെച്ച അബദ്ധം എക്കാലവും പുണ്യശരീഅത്താണെന്ന് പറഞ്ഞു കൊണ്ടു നടക്കലല്ല. അങ്ങനെ കൊണ്ടു നടക്കുന്നത് മാനവിക വിരുദ്ധമാണ്. ഏതൊക്കെ തലങ്ങളിൽ പലപ്പോഴും ഖുതുബയിൽ പറഞ്ഞ വിഷയങ്ങളായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാലത്ത് തന്നെ 2 ശരീഅത്ത് ഉണ്ടാകും. ഇപ്പോൾ ഉള്ളതുപോലെ, ഇപ്പോൾ ഇവിടെയുള്ളതും ഈജിപ്തിലുള്ളതും പിന്നെ അഫ്ഗാനിസ്ഥാനിലുള്ളതും മലേഷ്യയിലുള്ളതും ഒക്കെ വ്യത്യസ്തങ്ങളായ ശരീഅത്തുകളാണ്. മലേഷ്യയിൽ ഖബറിൽ ഇറങ്ങിയിട്ട് വാങ്ക് വിളിക്കും. ഒരു മനുഷ്യനെ ഖബറിൽ വെച്ചാൽ വാങ്ക് വിളിക്കും. അവിടെ വാങ്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. മയ്യത്ത് ഖബറിൽ വെച്ചതിന് ശേഷം മൂടുപലക വെച്ചാൽ അവിടെ ഇറങ്ങി നിന്നിട്ട്, ഖബറിന്റെ മേലെ കയറിയിട്ടല്ല, ആ മൂടുപലകയുടെ മുകളിൽ നിന്നിട്ട് ഒരാൾ വലിയ വായിൽ വാങ്ക് വിളിക്കും. വാങ്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്നാണ്. അതൊരു ആചാരമാണെന്ന് പറയാം. പക്ഷേ ആ ആചാരം അവർ നിർബന്ധ ബുദ്ധിയാ പാലിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെ വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ, എന്തൊക്കെ സമ്പ്രദായങ്ങളുണ്ട് ഇസ്ലാമിന്റെ പേരിൽ. അതൊക്കെ ഉണ്ടാകണം. ഞാൻ പറയുന്നത് അതൊന്നും തെറ്റാണെന്നല്ല. അങ്ങനെയൊക്കെയാണ് ഇസ്ലാം, അങ്ങനെയൊക്കെയാണ് ശരീഅത്ത്. ഓരോ നാട്ടിന്റെയും പ്രത്യേകതകൾ, ആ നാട്ടിന്റെ സംസ്കാരം, ആ നാട്ടിൽ ജീവിക്കുന്ന സമൂഹത്തിന്റെ പ്രത്യേകത ഒക്കെ പരിഗണിച്ചുകൊണ്ട് അന്നാട്ടിലെ ഒരു ശരീഅത്ത്, ഇന്ത്യയിലെ ശരീഅത്ത്, അതുപോലെ ഗൾഫ് നാടുകളിലെ ശരീഅത്ത്, യൂറോപ്പിലെ ശരീഅത്ത് ഒക്കെ വ്യത്യസ്തമായിരിക്കണം. ഇപ്പൊ ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇബ്രാഹിം നബിയുടെ ശരീഅത്തായിരുന്നില്ല ലൂത്ത് നബിയുടെ ശരീഅത്ത്. ഇത് മനസ്സിലാക്കിയാൽ തീരുന്നതാ പ്രശ്നം. ഇബ്രാഹിം നബിയുടെ ശിഷ്യനാണ്, അനുജനാണ് ലൂത്ത് നബി, എളാപ്പാന്റെ മോന. ഈ അനുജനും ശിഷ്യനുമായ ലൂത്ത് നബിയെ സോതോം പ്രദേശത്തേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് ഇബ്രാഹിം നബിയുടെ കൂടി പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. അങ്ങനെ ലൂത്ത് നബി അങ്ങോട്ട് പോയി. ഇബ്രാഹിം നബി ആശീർവദിച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് അയച്ചു. അദ്ദേഹത്തിന്റെ ശരീഅത്ത് ഇബ്രാഹിം നബിയുടെ ശരീഅത്തായിരുന്നില്ല. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും 2 ദേശങ്ങളിൽ, ഒരു ഉപ്പാന്റെ മക്കള്. അവർ ഒരാൾ മക്കയിൽ, ഒരാൾ ഫലസ്തീനിൽ. അവരുടെ 2ആളുടെയും ശരീഅത്ത് വ്യത്യസ്തമായിരുന്നു. ഇത് മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ. അപ്പൊ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ നേർ പകർപ്പല്ല. അത് പണ്ഡിതന്മാർ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തി അവർ ക്രോഡീകരിക്കുന്ന നിയമങ്ങളാണ്. അന്ന് അവരുടെ ബുദ്ധിയിൽ അതുകൊണ്ടല്ലേ മാലിക്കും ഷാഫിയും ആരാണ്? ഗുരുവും ശിഷ്യനുമാണ്, ഉസ്താദും ശിഷ്യനുമാണ്. മാലിക്കിന്റെ ശിഷ്യനാണ് ഷാഫി. ഈ മാലിക്കാണ് പറയുന്നത് പട്ടി മാംസം ഭക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പറയുന്നത് പട്ടിയെ തൊട്ടാ കഴുകണം. ഇത് രണ്ടും അക്സെപ്റ്റ് ചെയ്തു.
അത്ര കപ്പാസിറ്റി ഉണ്ടായിരുന്നു അന്നത്തെ സമൂഹത്തിന്. നമ്മൾ വിചാരിക്കും നമ്മൾ ഒരുപാട് വളർന്നു പോയി എന്ന്. പക്ഷേ പൗരോഹിത്യം സങ്കുചിതമാക്കി ഇതൊരു ഇരുട്ടുമുറിയാക്കി മാറ്റി. പട്ടിയെ തിന്നാമെന്ന് പറയുന്ന മാലിക്കിനെയും പട്ടിയെ തൊട്ടാൽ കഴുകണമെന്ന് പറയുന്ന ഷാഫിയെയും സമബുദ്ധിയോടെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി അന്നത്തെ സമൂഹത്തിനുണ്ടായിരുന്നു, അന്നത്തെ ഇസ്ലാമിനുണ്ടായിരുന്നു, അന്നത്തെ ശരീഅത്തിനുണ്ടായിരുന്നു. ഇന്നങ്ങനെ പറഞ്ഞാൽ നിൽക്കുവോ? നായയെ വളർത്താന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ നമ്മളുടെ മേൽ കുതിര കയറിയത്? നായയെ തിന്നാന്ന് പറയുന്ന ആളെ സ്വീകരിച്ച സമൂഹമായിരുന്നു ഇത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ സമൂഹം വളരുകയല്ല, ബുദ്ധിപരമായി തളരുകയാണ് ചെയ്യുന്നത്, തളർത്തുകയാണ് ചെയ്യുന്നത് പൗരോഹിത്യം. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിൽ മാത്രമല്ല ശരീഅത്തുള്ളത്, ആ ശരീഅത്ത് എല്ലാ മതങ്ങൾക്കുമുണ്ട്. ലിക്കുല്ലിൻ ജഅൽനാ ശിർഅതൻ വമിൻഹാജ, എല്ലാ സമൂഹത്തിനും നാം ശരീഅത്ത് നൽകിയിട്ടുണ്ട്. ഖുർആൻ പറയുന്നു എല്ലാ സമൂഹത്തിനും. അവിടെ സമൂഹം എന്ന് പറയുമ്പോൾ മതങ്ങൾ മാത്രമല്ല, മതത്തിനകത്തും. ഇപ്പോ ഷാഫിയുടെയും ഹനഫിയുടെയും ഹംബലിയുടെയും മാലിക്കിയുടെയും ശരീഅത്തുകൾ വ്യത്യസ്തമായതുപോലെ ക്രൈസ്തവ ശരീഅത്തും യഹൂദ ശരീഅത്തും ഇസ്ലാമിക ശരീഅത്തും വ്യത്യസ്തമാണ്. അതിനകത്തുള്ളത് വ്യത്യസ്തമാണ്. ഇപ്പൊ സുറിയാനി സഭയുടെ ശരീഅത്തല്ല, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ശരീഅത്തല്ല കാത്തലിക്കിനുള്ളത്, കാത്തലിക് സഭയുടെ ശരീഅത്തല്ല മാർത്തോമയ്ക്കുള്ളത്. വ്യത്യസ്തങ്ങളാണ്. അവരുടെ ശരീഅത്തല്ല പെന്തക്കോസ്തിനുള്ളത്. യഹൂദരിൽ തന്നെ വ്യത്യസ്തങ്ങളായ ശരീഅത്തുണ്ട്. ഇതെല്ലാം അള്ളാഹു അംഗീകരിച്ച ശരീഅത്തുകളാണ്. ഈ ശരീഅത്തുകൾ അനുസരിച്ച് ഓരോരുത്തർക്കും ജീവിക്കാം. ആ ശരീഅത്തുകൾ പക്ഷേ ഇതൊക്കെയും പണ്ടത്തെ ശരീഅത്തെ പാടുള്ളൂ എന്ന് ആര് പറയുന്നുവോ അവർ ഖുർആനിനെ കുറിച്ച് വിവരമില്ലാത്തവരാണ്, അവർ സമൂഹത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ്, അവർ മനുഷ്യരെ മനസ്സിലാക്കാത്തവരാണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം, മാറ്റപ്പെട്ടുകൊണ്ടിരിക്കണം. മാറുക എന്നുള്ളതാണ് അതിജീവിക്കാനുള്ള യോഗ്യത. അല്ലെങ്കിൽ അതിങ്ങനെ കാലഹരണപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നർത്ഥം. ആ രീതിയിൽ മാറ്റത്തിനുള്ള ഒരു 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 ചലനം സമൂഹത്തിലുണ്ടാകണം. ശരീഅത്ത് നിന്ന് കേൾക്കുമ്പോഴേക്കും വാളെടുക്കണ്ട. അത് ഖുർആനിൽ നിന്നും നേരെ പകർത്തിയതല്ല, അത് പണ്ഡിതന്മാരുടെ ബുദ്ധിയിലൂടെ ഉണ്ടായിത്തീർന്നതാണ്. അപ്പൊ പറയുന്ന വേറൊരു കാര്യമുണ്ട്, അത് അന്നത്തെ പണ്ഡിതന്മാർക്ക് ഗവേഷണത്തിന് കഴിയുമായിരുന്നു, ഇന്ന് ആ യോഗ്യതയുള്ള പണ്ഡിതന്മാരുണ്ടോ എന്നുള്ളതാണ്. കാരണം 10 ലക്ഷം ഹദീസ് കാണാതെ പഠിക്കണം, ഖുർആൻ കാണാതെ പഠിക്കണം, സബബുൻ നുസൂൽ അറിയണം എന്ന് വെച്ചാൽ ഒരു കാലത്തും ഗവേഷണം പാടില്ലാത്ത വിധത്തിൽ കണ്ടീഷൻസ് എഴുതി വെച്ചു. സബബുൻ നുസൂൽ എന്ന് പറഞ്ഞാൽ ഓരോ ആയത്തിന്റെയും അവതരണ പശ്ചാത്തലം. ഈ അവതരണ പശ്ചാത്തലം രസകരമാണ്. ഒരായത്തിന് 10ഓ 12ഓ അവതരണ പശ്ചാത്തലങ്ങളുണ്ട്, വിരുദ്ധങ്ങളായ അവതരണ പശ്ചാത്തലങ്ങൾ. ഹദീസുകൾ കാണാതെ പഠിക്കണം. ഈ കള്ള ഹദീസുകൾ മുഴുവൻ മനുഷ്യൻ കാണാതെ പഠിച്ചിട്ട് ആയുസ് തുളച്ചു കളയണമെന്ന്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഒരാൾ ഗവേഷകനാവുന്നതാണ്. ഒരു കാലത്തും ഗവേഷണം നടക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് ഇസ്ലാമിനെ ചുരുട്ടിക്കെട്ടി ഒരു മൂലക്ക് വെക്കാൻ വേണ്ടി ആരൊക്കെയോ എഴുതി വെച്ച ഈ വാറോലകൾ പ്രമാണമാക്കിക്കൊണ്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ ഗവേഷണത്തെ, ബുദ്ധിയെ, ചിന്തയെ, മനനത്തെ, ആലോചനകളെ നിരന്തരമായി കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാത്തവർ മൃഗങ്ങൾക്ക് സമാനരാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാത്ത ആളുകൾ മൃഗസമാനരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ ഈ ഭൂമിയിലെ ഏറ്റവും നിന്ദ്യരായ ആളുകളാണെന്നാണ്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ചിന്തിക്കാത്ത, ബുദ്ധി ഉപയോഗിക്കാത്ത, അന്ധതയോടെ ബധിരതയോടെ നടക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും നിന്ദ്യരായ സൃഷ്ടികളെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ചിന്തിക്കാനാണ് ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ചിന്തയെ പൗരോഹിത്യം ഭയപ്പെടുന്നു. ഖുർആൻ അത് നിരന്തരമായി നമ്മോട് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് ചിന്തിക്കുകയാണ് വേണ്ടത്. ഏതൊരു ശരീഅത്ത് നിയമം മനുഷ്യരാശിയുടെ മുന്നോട്ട് പോക്കിന് തടസ്സമാകുന്നുണ്ടോ അത് മാറ്റിവെക്കണം. ഏതൊരു ശരീഅത്ത് നിയമം മാനവിക മൂല്യങ്ങളോട് വിരുദ്ധമാകുന്നുണ്ടോ അത് മാറ്റിവെക്കണം. എന്നിട്ട് അതിന് പകരം മറ്റൊരു ഒരു നിയമം കൊണ്ടുവരണം. കാരണം മാറേണ്ടത് മൂല്യങ്ങളല്ല, മാറേണ്ടത് ശരീഅത്താണ്. മൂല്യങ്ങൾ എപ്പോഴും സത്യം പറയുക, ഇതൊരു മൂല്യമാണ്, അതിന് മാറ്റം ഉണ്ടാവില്ല. അതിനനുസരിച്ച് ശരീഅത്ത് മാറണം. മൂല്യങ്ങൾ മാറരുത്, ശരീഅത്ത് മാറണം. ഇങ്ങനെ മൂല്യങ്ങൾക്കനുസൃതമായി ശരീഅത്തിനെ നിരന്തരമായി നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ എന്നാണോ ഇസ്ലാമിനുണ്ടാകുന്നത് അന്നാണ് ഇസ്ലാം കാലത്തിന്റെ മതമായി തീരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ
ഖാതമിൽ അംബിയാ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിൻ ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരങ്ങളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. നമ്മുടെ ഈ അകമ്പൊരുൾ ഭവനിൽ നാളെ മുഹമ്മദീയം മജ്ലിസ് വിളിച്ചു ചേർത്തിരിക്കുന്നു. സാക്ഷാൽ പ്രവാചകൻ ആരാണെന്നും പൗരോഹിത്യം പടച്ച പ്രവാചകൻ ആരാണെന്നും പറയുന്നതിനും അബൂ ത്വാലിബിനെ കുറിച്ച് ആലോചിച്ച് പഠിക്കുന്നതിനും വേണ്ടിയാണ് മുഹമ്മദീയം മജ്ലിസ് നാളെ നാം വിളിച്ചു ചേർക്കുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വന്തക്കാരാൽ അപഹസിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അബൂ ത്വാലിബ്. തൻ്റെ ജീവിതം മുഴുവനും പ്രവാചകന് വേണ്ടി മാറ്റിവെച്ചിട്ടും പുലഭ്യങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു അവസ്ഥയാണ് അബൂ ത്വാലിബിനുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ചാണ് നാളത്തെ പ്രഭാഷണത്തിൽ മുഖ്യമായി ഊന്നുന്നത്. അതിനാൽ സമയമുള്ളവരൊക്കെയും നാളെ 4:30 നടക്കുന്ന മുഹമ്മദീയം മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരെയും ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് 7 മണിക്ക് ഒരു ഖവാലി മെഹ്ഫിലുണ്ട്. അധ്യാത്മ ഗാനങ്ങളുടെ പ്രത്യേകമായ കോർവ ആണല്ലോ ഖവാലി എന്നറിയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് അതും നാളെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊക്കെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വരാം, പങ്കെടുക്കാം. എല്ലാവരെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ നിവേദനവുമായി ബന്ധപ്പെട്ട് ചില വാഗ്വാദങ്ങൾ ഉയരുകയുണ്ടായി. ഏതോ നിവേദനത്തിൻ്റെ റാലിയിൽ ഏതോ കുട്ടികൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ സല്യൂട്ട് ചെയ്തു. അത് ഇസ്ലാമാകെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീണ് തകർന്ന് തരിപ്പണമായി എന്ന മട്ടിൽ ഈ മുസ്ലിയാക്കന്മാരും മൗലവിമാരും ഒക്കെ വായടച്ചാൽ ഒരുപക്ഷേ നമ്മുടെ നാട് വളരെ സമാധാനപൂർവ്വം ജീവിക്കും. ആരാധനാലയങ്ങൾ ആദരിക്കപ്പെടുക എന്നുള്ളത് ഖുർആനിൻ്റെ തത്വമാണ്. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. സന്യാസി മഠങ്ങളും സിനഗോഗുകളും ചർച്ചുകളും ക്ഷേത്രങ്ങളും പള്ളികളുമെല്ലാം ദൈവനാമങ്ങൾ കീർത്തിക്കപ്പെടുന്നവയാണ്. ഖുർആനിൻ്റെ ഈ വചനമൊക്കെ ഈ ഖൗമിന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? അതുകൊണ്ട് അത് നിലനിർത്താൻ അള്ളാഹു സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. പള്ളി പോലെ ആദരിക്കപ്പെടണം ക്ഷേത്രം, അതുപോലെ ആദരിക്കപ്പെടണം ചർച്ച്, അതുപോലെ ആദരിക്കപ്പെടണം സിനഗോഗും ബുദ്ധവിഹാരങ്ങളും എല്ലാം. ഏതെങ്കിലും ഒരു ദേവാലയം പരിശുദ്ധം, മറ്റു ദേവാലയം അശുദ്ധം, അങ്ങനെയില്ല. എല്ലാ ദേവാലയങ്ങളും പരിശുദ്ധമാണ്. അതിനാൽ ആ അമ്പലത്തിൻ്റെ മുന്നിലെത്തി അവിടെ നോക്കി സല്യൂട്ട് ചെയ്ത ആ ചെറുപ്പക്കാരെ, കുട്ടികളെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അത് ഈ സമൂഹത്തിന് എക്കാലവും ഒരു മാതൃകയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് ത്വയ്യിബ സറാഹും വജഅലിൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.